നമസ്കാരം, ഗ്രാമപോരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല കോണിലുള്ള വ്യക്തികൾ സ്ഥാനാർത്ഥികളായി വരാറുണ്ട്. അടുത്ത മാസം സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിന് മാറ്റം ഒന്നും തന്നെയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം. പല കോണിലുള്ള വ്യക്തിത്വങ്ങൾ, പ്രതിഭകൾ, ഇവരാണ് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ജനങ്ങളെ നയിക്കേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടത് അത്തരത്തിൽ ജനമനസ് അറിയേണ്ടവർ തന്നെയാകണമല്ലോ. കലാകാരന്മാർ മനുഷ്യ മനസ്സിനെ അത്രമേൽ തൊട്ടറിഞ്ഞവരാണ്. അങ്ങനെ ഒരാൾ സ്വന്തം നാടിന്റെ വികസനം അത്രയും ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണെങ്കിൽ ആ വ്യക്തി തന്നെയാകും ആ നാടിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യൻ. സംവിധായകൻ VM വിനു. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഒന്നും തന്നെയില്ല. ബാലേട്ടൻ, ബസ് കണ്ടക്ടർ, വേഷം, പല്ലാവൂർ ദേവനാരായണൻ, കൺമഷി തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ അമരക്കാരൻ. ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്. സാധാരണക്കാരന്റെ രാഷ്ട്രീയം, ജീവിതം. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കല്ലായി ഡിവിഷനിലാണ് VM വിനു മത്സരിക്കുന്നത്. 37-ാം നമ്പർ വാർഡ്. VM വിനുവിന് മുൻ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ല. താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: സ്വന്തം നാടിന്റെ വികസനം. അതിനുവേണ്ടി കിട്ടിയ ഒരു അവസരം ശരിയാവണ്ണം ഉപയോഗിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ നാടിനും നാട്ടുകാർക്കും മറ്റെന്താണ് വേണ്ടത്? കോഴിക്കോടിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് VM വിനു. ഇന്ന് നാടിന്റെ വികസനത്തിനായി ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരാണ് കോഴിക്കോടുള്ളവർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോട് നഗരസഭയിലെ മേയർ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹത്തിനെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് ഇന്ന് വികസന മുരടിപ്പിലാണ്. ആ മുരടിപ്പ് UDF ഭരണത്തിലെത്തിയാൽ മാറും. കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ അതിലേറെ വികസനം ആ നാടിന് UDF അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കും എന്ന് അദ്ദേഹം വാക്ക് തരുന്നുണ്ട്. കല്ലായിയിൽ വിനു നിൽക്കുമ്പോൾ ആ നാടിന്റെ വികസനം ഒരു കലാകാരന്റെ കണ്ണിലൂടെ എങ്ങനെ നോക്കിക്കാണാം എന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. പഴയ കല്ലായി പുഴയുടെ സൗന്ദര്യത്തെപ്പറ്റിയും അതിന്റെ ഇന്നത്തെ ശോചനീയ അവസ്ഥയെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ആ നാടിന്റെ സൗന്ദര്യം, ഒപ്പം വികസനം, ഇവയിലെല്ലാം അദ്ദേഹത്തിന്റെ കരുതലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കല്ലായിയിലെ മാത്രം കാര്യമല്ല അദ്ദേഹം സംസാരിക്കുന്നത്. കോഴിക്കോട്ടെ ചെറുകിട കച്ചവടക്കാരുടെ കാര്യങ്ങൾ, പാളയം മാർക്കറ്റിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ നിന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെ വികസനം എത്തിക്കുക എന്നതാണ് UDFിനൊപ്പം ചേർന്നുള്ള VM വിനുവിന്റെ അജണ്ട. നേരത്തെ VM വിനു മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ കേട്ടിരുന്നുവെങ്കിലും DCC നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാനുള്ള ധാരണയായത്. രമേശ് ചെന്നിത്തലയടക്കം പ്രമുഖർ നേരിട്ട് പോയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. വിനുവിനെ സംബന്ധിച്ചും ഇതൊരു സർപ്രൈസിംഗ് അവസരമായിരുന്നു. എന്നാൽ ജനസേവനം എന്ന മഹത്തായ കാര്യം മനസ്സിൽ അടിയുറച്ചതിനാലാകണം നാടിന്റെ വികസനത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. നിലവിൽ സിനിമാ വർക്കുകൾ എഴുത്തും ഡിസ്കഷൻ സ്റ്റേജിലൊക്കെയാണുള്ളത്. സംവിധായകനായിരുന്ന കാലത്തും കോഴിക്കോടിന്റെ എല്ലാ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു വിനു. അതുകൊണ്ട് തന്നെ ആകണമല്ലോ അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെ UDF കോഴിക്കോട് കോർപ്പറേഷനെ നയിക്കാൻ ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. കോഴിക്കോടിന്റെ വികസനം മനസ്സുകൊണ്ട് പണ്ടേ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഭരണത്തിലെത്തിയാൽ അത് പ്രാവർത്തികമാക്കാമല്ലോ എന്ന പ്രതീക്ഷയും നിശ്ചയദാർഢ്യവുമുണ്ട് ഈ കലാകാരനായ ജനനേതാവിന്. ഇന്നു കാണുന്ന വികസന മുരടിപ്പിൽ പെട്ടുപോയ കോഴിക്കോടിന് ഒരു ശാപമോക്ഷം തന്നെയാകും VM വിനു എന്ന ഈ ജനഹൃദയം അറിയുന്ന ജനനേതാവ് സമ്മാനിക്കാൻ പോകുന്നത്. ജനഹിതമറിയുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും അടിത്തറപ്പാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജനത വികസനം ആഗ്രഹിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ ആ അവസരം നൽകും എന്നുറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.